നയനയോട് അൻമരിയെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനന്തപുരിയിലുള്ളവർ തന്നെയാണോ പ്രതി എന്ന് ചോദിക്കുമ്പോൾ നയന ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻമരിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ആളുടെ പേരൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി എന്ന് പറയാണ് കേട്ടോ. പിന്നീട് അൻമരി പറയാണ് ഇങ്ങനെ ഈ വാർത്ത തന്ന ആൾ പൊടിപ്പും തൊങ്ങലും വെച്ചാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. കോളേജിൽ പഠിക്കുന്ന സമയത്തെ അനഘയുമായിട്ട് ആദർശേട്ടന് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ആ വാർത്ത തന്ന ആളുടെ വിവരം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ, പരിചയമുള്ള ആളാണോ എന്നൊക്കെ അൻമരിയനോട് ചോദിക്കുമ്പോൾ പരിചയമുള്ള ആളൊന്നുമല്ല, അവർ ഇങ്ങനെ വിളിച്ച നമ്പർ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് നയനയ്ക്ക് ആ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അൻമരിയാണെങ്കിലും. പിന്നീട് കിരണും ആദർശും നയനയും കൂടെ സംസാരിക്കുകയാണ്. കിരൺ ഈ വാർത്ത കൊടുത്തിട്ടുള്ള ആളെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അയാളുടെ പേര് ഷിൻഡോ എന്നാണ്, ഒരു ഓൺലൈൻ മീഡിയക്കാരനാണ്, മഞ്ഞ വാർത്തകൾ മാത്രം നൽകുന്ന ഒരുത്തനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ അഭിയാണെങ്കിൽ അവനെ വെറുതെ വിട്ടുകൂടാ എന്നാണ് പറയുന്നത്. അവൻ്റെ എല്ലാ തെറ്റും ഇങ്ങനെ ഇതാക്കാണ്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. നവ്യയുടെ എടുത്തുചാട്ടാണ് ഇതിനൊക്കെ ഇതായത്. കാരണം നവ്യനെ ആദ്യം ആലോചിച്ചത് ആദർശാണല്ലോ, അതിൻ്റെ പിറകെയാണല്ലോ ചതിയിലൂടെ ഒരുത്തൻ്റെ പിറകെ പോയത് എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നിങ്ങളുടെ തറവാട് ഇങ്ങനെ അസ്ഥിവാരം തോണ്ടാനായിട്ട് അനാമികയും കൂടെ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അബിയുടെ തെറ്റിങ്ങനെ പുറത്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു. ആദർശാണെങ്കിലും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് വലിയൊരു ത്യാഗം ചെയ്തു. പക്ഷേ എല്ലാം ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ആദർശിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അബിയാണ് ഇതിൻ്റെ പിറകിൽ എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവന് വെറുതെ വിടരുത് എന്ന് തന്നെയാണ് കേട്ടോ കിരണും പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ തീരുമാനിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. നവിയുടെ ജീവിതത്തിനൊരു പ്രശ്നം വരാതെ നോക്കണം എന്നൊക്കെയാണ് നയനിയും പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊരു തീരുമാനം എടുക്കണം എന്ന് നയനിയും വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കിരണിനോടും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കിരണാണെങ്കിലും കിരണിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ചുറ്റുമുള്ളവരിങ്ങനെ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. തലനാരി ഇഴയ്ക്കാണ് രക്ഷപ്പെട്ടു പോകുന്നത്, ഇപ്പോൾ വില്ലന്മാരൊക്കെ ജയിലിലാണ് എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ മനസ്സുള്ളവർ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ചുറ്റുമൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നന്ദുവിനെ കുറിച്ച് പറയുന്നുണ്ട്. നല്ലൊരു പെൺകുട്ടിയായിരുന്നു, അനി എന്തൊരു പാവാണ്. ശരിക്കും പറഞ്ഞാൽ നന്ദു ആയിരുന്നു അനിയുടെ ജീവിതത്തിലേക്ക് വരേണ്ടത്. അതിന് കാരണക്കാരിയായത് നയനയാണല്ലോ. അപ്പം നയനയോട് അങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, കിരണേട്ടൻ അനിയന് കേൾക്കുക, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയൂ കേട്ടോ. പിന്നെ അതിനുശേഷം കിരണാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യ ആകെ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണല്ലോ മൂർത്തീസ് കമ്പനി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ MD-നെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ മീഡിയക്കാർക്കൊക്കെ അതൊരു ആഘോഷം തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നന്ദു ആണെങ്കിലും ആ ഓൺലൈൻ മീഡിയക്കാരനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അയാളുടെ സ്ഥിരം പരിപാടി ഇങ്ങനെ മഞ്ഞ വാർത്തകൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതിങ്ങനെ ഓൺലൈൻ മീഡിയയിൽ കൂടെ പുറത്തു വിടുക എന്നുള്ളതാണ് അയാളുടെ ജോലി. അപ്പോൾ അയാളെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അയാളോട് കയറാനൊക്കെ പറയുകയാണ് ജീപ്പിൽ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണെന്ന് പറയട്ടോ. അപ്പോൾ നിൻ്റെ ജാതകം ഒക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ, വണ്ടി കയറടാന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വണ്ടിയിൽ വന്നാൽ പോരേന്ന്. അപ്പോൾ നിനക്കെന്താ ഈ വണ്ടിയിൽ കയറിയാൽ പറ്റില്ല, അങ്ങ് കയറടാന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ചങ്ങ് കയറ്റുന്നുണ്ടായിരുന്നേ. പിന്നീട് ആദർശനും നയനയും കൂടെ നന്ദുവിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. പിന്നീട് ആ വാർത്ത കൊടുത്ത ആളെ പിടിച്ച കാര്യമൊക്കെ പറയുകയാണ്. അവനിപ്പോൾ ലോക്കപ്പിലാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അയാൾക്കിട്ട് നന്നായിട്ട് ഞാൻ കുടഞ്ഞിട്ടുണ്ട്. അവൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇതുപോലുള്ള മഞ്ഞ വാർത്തകൾ അവൻ്റെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ വാർത്ത അവന് കൊടുത്തത് അബിയാണെന്ന് പറയട്ടോ. ഞാൻ സംശയിച്ച ആൾ തന്നെയാണ് ഈ വാർത്ത കൊടുത്തിട്ടുള്ളത് എന്ന് നയനയോട് പറയുന്നുണ്ട്. അബി തന്നെയാണെന്ന് അറിയുമ്പോൾ നയനയ്ക്കും ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ നവ്യേച്ചിയാണെങ്കിലും അബിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ചേച്ചിയും ചേട്ടനും എന്തെങ്കിലും ഒരു അനുവാദം തന്നാൽ ഞാൻ അവനെ ശരിയാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മോളൊന്നും ചെയ്യണ്ട, ഞങ്ങൾ ഈ കാര്യം കൈകാര്യം ചെയ്തോളാം എന്നൊക്കെയാണ് കേട്ടോ നയന പറയുന്നത്. പിന്നീട് നന്ദു പറയുന്നുണ്ടായിരുന്നു, ആ പിടിച്ചവനാണെങ്കിൽ 2-3 ചാനലിന് ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്, ഞാൻ അവരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വാർത്ത പബ്ലിഷ് ചെയ്യരുത് എന്നുള്ളത്. പിന്നെ ആൻമരിയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല, അവർ വാർത്ത പബ്ലിഷ് ചെയ്യില്ല. ഇനിയിപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ MD-നെ കുറിച്ചല്ലേ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുള്ളത്, അതുകൊണ്ട് അവരത് അന്വേഷിച്ചിട്ട് മാത്രമേ പബ്ലിഷ് ചെയ്യുള്ളൂ. അതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ അവർക്ക് തന്നെയാണല്ലോ അതിൻ്റെ കുഴപ്പം എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഈ വാർത്ത പുറത്തു പോയിരുന്നെങ്കിൽ നമുക്കൊരു പരാതി കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയേനെ. കാരണം ഇങ്ങനെ അനഘയുടെ കുഞ്ഞാണല്ലോ ഇപ്പം അനന്തപുരിയിൽ വളരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അബീനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് തന്നെയാണ് അവരുടെ തീരുമാനം. അവരെന്നെ ഈ കാര്യം കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോരുന്നുണ്ട് കേട്ടോ നന്ദുവിൻ്റെ അടുത്തുനിന്ന്.
അബി ഇങ്ങനെ ചെയ്തതിൻ്റെ ദേഷ്യം നയനയ്ക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു അവൻ വലിയൊരു തെറ്റ് ചെയ്തു, എന്നിട്ടിപ്പോൾ അവൻ ചെയ്യുന്നത് കണ്ടില്ല, അവൻ്റെ കുഴി തന്നെ അവൻ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ഇപ്പോൾ ഈ വാർത്ത പുറത്ത് പോയിരുന്നെങ്കിൽ നമുക്ക് സത്യം എല്ലാവരോടും വിളിച്ച് പറയേണ്ടി വരുമായിരുന്നില്ലേ? അപ്പോൾ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ആദർശേട്ടനെ മറ്റുള്ളവരിങ്ങനെ ആക്ഷേപിക്കുന്ന സമയത്ത് അവനും കൂടെ അതിൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ ആക്ഷേപിക്കാൻ നിൽക്കണ്ട. എന്തായാലും നമുക്ക് സത്യം അറിയിക്കേണ്ടവരെ അറിയിക്കുക തന്നെ വേണം എന്ന് പറയുകയാണ് കേട്ടോ. മറ്റുള്ളവർക്കൊന്നും പ്രശ്നം ഉണ്ടാവാതെ എല്ലാം അറിയിക്കണം എന്നാണ് നയന പറയുന്നത്. ആദർശാണെങ്കിലും ആ സമയത്ത് നയനിനോട് പറയുന്നുണ്ടായിരുന്നു നീ പറയുന്ന പോലെ എല്ലാം ചെയ്യാമെന്ന് പറയും. പിന്നീട് അവർ നേരെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അബിയാണെങ്കിൽ പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കും കേട്ടോ. അത് അവൻ വരുന്നുണ്ടെന്ന് അബി വരുന്ന സമയത്ത് നയനയോട് പറയുകയാണ്. പിന്നീട് അങ്ങോട്ട് കയറി ചെന്നിട്ടാണ് അബിനോട് ചോദിക്കുന്നത് നീ എവിടേക്കാണ് പോകുന്നതെന്ന്. ഞാൻ ഓഫീസിലേക്ക് പോവാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നീ ഇപ്പോൾ തൽക്കാലം ഓഫീസിലേക്ക് പോകണ്ട, എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം എന്ന് പറയുമ്പോൾ എങ്ങോട്ടാന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അത് നിനക്ക് ഗുണം ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് ആദർശ് പറയും. എന്നെ വല്ല കുരുക്കിലും കൊണ്ട് ചാടിക്കാനാണോ എന്നൊക്കെ അബി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നിന്നെ കുരുക്കിലൊന്നും കൊണ്ട് ചാടിക്കില്ല എന്നിങ്ങനെ ആദർശ് പറയുമ്പോൾ അബി പറയുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വരും. ഇപ്പോൾ ഇങ്ങനെ ഒരു ബ്രാഞ്ച് എന്നെ ഏൽപ്പിച്ചിട്ട് അവിടെ എനിക്ക് മുകളിൽ ഒരു മാനേജറെ വെച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നീ എൻ്റെ കൂടെ വന്നാലേ അറിയുള്ളൂ. ഇനിയിപ്പോൾ നീ പറഞ്ഞതൊക്കെ തെറ്റായി പോയെന്ന് നിനക്ക് തന്നെ തോന്നും, നിനക്ക് ഗുണമുള്ള കാര്യം തന്നെയാണ് എന്ന് പറയട്ടെ. അപ്പോൾ വാ എന്ന് പറഞ്ഞിട്ട് അബീനെ വിളിച്ചുകൊണ്ട് അവരവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ മുകളിലെ ബാൽക്കണിയിൽ നവ്യ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യയ്ക്ക് സംശയമുണ്ട് കേട്ടോ. ഇവനെ വിളിച്ചുകൊണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് ഇങ്ങനെ നവ്യ മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അബിക്കാണെങ്കിലും ഭയങ്കര സംശയമാണ് കേട്ടോ അബീനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ആ സമയത്ത് അബി ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് പോണേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ എവിടേക്കാണെന്ന് അറിഞ്ഞാലേ വരുള്ളൂ, മിണ്ടാതെ അവിടെ ഇരിക്കടാന്ന് പറഞ്ഞ് നയന അങ്ങ് ചൂടാവും കേട്ടോ. അപ്പോൾ അതിനെന്തിനാ ഏട്ടത്തി ഇങ്ങനെ ചൂടാവുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അബി. പിന്നീട് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു നീയാണല്ലേ ഇങ്ങനെ ചന്തമോളുടെ അച്ഛൻ ഞാനാണെന്നുള്ള വാർത്ത മീഡിയക്കാർക്ക് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയും കൊടുത്തില്ല എന്ന് പറയട്ടെ. അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോൾ നയനിക്കും ആദർശിനും അങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ കൊടുത്തില്ല അല്ലേ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഏട്ടനും ഏട്ടത്തി ഇപ്പം എന്നെ ചാനലിലേക്കാണോ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല നിന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അങ്ങ് പറയാൻ കേട്ടോ. അബിക്കാണെങ്കിലും എന്തൊക്കെയോ സംശയം ഉള്ളിൽ വരുന്നുണ്ട്. നമ്മളൊരു സ്ഥലം വരെ പോകണം, മിണ്ടാതെ അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അബിനെ കുറച്ചൊക്കെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട്. നന്നായിട്ട് ദേഷ്യത്തോടെയൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. പിന്നീട് അവർ നേരെ അനഘയുടെ വീട്ടിലേക്കാണ് കേട്ടോ എത്തുന്നത്. അനഘയുടെ വീട്ടിലേക്ക് അവരുടെ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ അബി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയട്ടോ. അല്ല നീ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടല്ലോ, അനഘേനോട് കാര്യമില്ലാതെ സംസാരിക്കാറുണ്ടല്ലോ, ഇപ്പം എന്താ ഞങ്ങളുടെ കൂടെ വന്നാലെന്ന് ചോദിച്ചിട്ട് എന്തായാലും അബീനെ വിളിച്ചുകൊണ്ട് അവരങ്ങ് കയറുകയാണ്. അങ്ങനെ അവർ ഇങ്ങനെ സിറ്റൗട്ടിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ചുമരിൽ അനഘയുടെയും ആദർശിൻ്റെയും ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നയന പറയുന്നുണ്ടായിരുന്നു നല്ല ഫോട്ടോ അല്ലേ ആദർശേട്ടാന്ന് പറയും. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ പറയാണ് ഇനിയിപ്പോൾ എന്നാണാവോ ആ ഫോട്ടോയിൽ മാല ഇടുന്നത് എന്നിങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് എന്തായാലും അവരകത്തേക്ക് അങ്ങ് കയറി പോവാണ്. അപ്പോഴും അബിക്ക് ഒരു സംശയമാണ് കേട്ടോ, എന്തിനാ അബീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്നുള്ളൊരു സംശയമാണ്. അങ്ങനെ പിന്നെ അവർ കയറുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചേച്ചി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അവരാണെങ്കിലും ആദർശിനോട് സാറ് വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അനഘേനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ അനഘയുടെ റൂമിലേക്ക് കയറുകയാണ്. അപ്പോൾ അനഘയാണെങ്കിലും അനഘയുടെ മുഖം എപ്പോഴും ഭയങ്കര ഒരു സങ്കടത്തിലാണ് കേട്ടോ. ആ സമയത്താണെങ്കിലും അബീനെ വിളിക്കുന്നുണ്ടായിരുന്നു ആദർശ്. എന്നിട്ട് അനഘയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന് ഒരാളെയും കൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് നയന അനഘേനോട് സംസാരിക്കുകയാണ്. അനഘേനോട് പറയുന്നുണ്ടായിരുന്നു അനഘയ്ക്ക് ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി, എന്നാലും ഞങ്ങൾ അങ്ങോട്ട് പറയുന്നത് മനസ്സിലാവുമല്ലോ, അനഘയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അനഘയ്ക്കും ഞങ്ങളോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് പറയുകയാണ് അനഘയുടെ കുഞ്ഞ് ചന്തമോൾ അവിടെ നല്ല സന്തോഷത്തിൽ തന്നെയാണ്. ഇപ്പോൾ മോള് സ്കൂളിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദർശേട്ടൻ ചന്തമോളുടെ അച്ഛനും ഇപ്പോൾ അമ്മയായ ഞാനും ഒക്കെ മോളെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് മോളെക്കുറിച്ച് ഓർത്തുള്ള ഒരു വിഷമമൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയി വരാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് ഇറങ്ങുന്ന സമയത്ത് അനഘയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അബിയാണെങ്കിലും വണ്ടിയിൽ കയറി ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് എന്നെ എന്തിനാ അവരെ കാണിക്കാൻ കൊണ്ടുവന്നതെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. ഓ ശരിയാണല്ലോ, ചന്തുമോളുടെ അച്ഛൻ ഞാനാണല്ലോ അല്ലേ എന്നിങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അബീനോട്. പിന്നെ അത് മാത്രമല്ല അബീനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ ഒരു കാര്യമില്ലാതെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടല്ലോ, പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നതാണോ കുറ്റം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇങ്ങനെ അബി ചോദിക്കുന്ന സമയത്തിന് അതിന് പറയും നമ്മൾ ഇപ്പോൾ പോകുന്നത് കടൽ തീരത്തേക്കാണെന്ന് പറയട്ടെ. അപ്പോൾ അതെന്തിനാ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ് നിന്നെ കടലിൽ മുക്കി കൊല്ലാനാണ് എന്ന് പറയൂ കേട്ടോ. മിണ്ടാതിരിക്കാനൊക്കെ പറയാണ്. അബിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ് കേട്ടോ. എനിക്കൊരു ചായ കുടിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് പച്ചവെള്ളം തരില്ല എന്ന് പറയുമ്പോൾ
നയന പറയുന്നുണ്ടായിരുന്നു, അതെന്താ ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞത്, നമ്മൾ കടൽ തീരത്തേക്കല്ലേ പോകുന്നതെന്ന് പറയട്ടോ. പിന്നീട് ഇവനെ കൊന്ന് കടലിൽ എറിഞ്ഞാലും അവിടുത്തെ മത്സ്യങ്ങൾ പോലും ഇവനെ കഴിക്കില്ല, അത്രയ്ക്ക് വിഷമാണ് എന്നൊക്കെ പറയും. അപ്പോൾ അഭിയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണിച്ചാണ് ഇന്നത്തെ